കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ മെയിൻ ട്രോളിന്റെ ഇര നമ്മുടെ നടൻ ജയറാമാണ്. ജയറാം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊടുത്ത ഇന്റർവ്യൂവും നമ്മൾ മലയാളത്തിൽ തന്ന ഒരു ഇന്റർവ്യൂവും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട്. അവിടെ വേറെ കഥ, ഇവിടെ വേറെ കഥ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ആളുകൾ ഇപ്പം ജയറാമിനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്, ഇങ്ങനെ എങ്ങനെ മുകളിൽ കയറി? ഇപ്പോഴത്തെ ഇന്റർവ്യൂവിന്റെ ഭാഗം ഞാൻ നോക്കാം. எல்லாரும் விழிச்சு அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி, கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். இதுவரை சரியான கிட்டுனேட்டா? ഇതുവരെ വളരെ ശരിയാ. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா? யோசிச்சேன் சார், எனக்கு தீபாவளி தான் முக்கியம். എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. എന്റെ അവസരം നടന്നു വരുന്ന ലാലേട്ടൻ, സുരേഷ് ഗോപി, മമ്മൂക്ക എല്ലാവരും നടന്നു വരുന്ന ആ ഒരു സീനിനകത്ത് ജയറാം ഇല്ല. അതിന്റെ കാരണത്തെ പറ്റിയാണ് പറഞ്ഞത്. ഒരു ഭാഷാ പണ്ഡിതൻ. എന്നാൽ കുറച്ച് നാൾക്ക് മുമ്പ് മലയാളത്തിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. 2020 പടത്തിൽ വന്ന ക്ലൈമാക്സിൽ വന്ന സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിൽ വെച്ച് ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. ഇനിയിപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா? யோசிச்சேன் சார், எனக்கு தீபாவளി தான் முக்கியம். தூக்கியല്ലോ നാദാ. അപ്പൊ തട്ടിപ്പാണല്ലേ? ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അന്നിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എന്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിന്റെ ഒക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താല്. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. ഞാൻ പറയുന്നത് സാറ് എടുക്കണം, വൈകുന്നേരത്തോട് എടുക്കാൻ പറഞ്ഞു. അന്ന് അങ്ങനെ പോയി വൈകുന്നേരത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു, സാർ എടുക്കെടുത്ത് മറ്റേത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റിയില്ല. തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. അതിന് പോണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. അന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. കേരളത്തിലെ ഇന്റർവ്യൂവിൽ ശബരിമലയിൽ പോകണം എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് പോയി തമിഴ്നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ദീപാവലിക്ക് കുടുംബത്തോടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. 2 ഇന്റർവ്യൂവിലും സെയിം ആള് സെയിം കഥ, പക്ഷെ 2 എണ്ണം. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ട്രോൾ സബ്ജക്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പ്രായമാകുന്നതല്ലയോ, തെറ്റ് പറ്റിയതാകും. എന്നാലും ഇങ്ങനെ ആധികാരികമായി തെറ്റൊക്കെ പറ്റാവൂ? നമ്മൾ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സാധാരണ കള്ളത്തരങ്ങളൊക്കെ പറയുമ്പോ 1, 2 ഡേറ്റോ സ്ഥലവോ പേരോ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറും. ഇത് കംപ്ലീറ്റ് സിറ്റുവേഷൻ തന്നെയാണോ നിങ്ങൾ മാറ്റിക്കളഞ്ഞു. ശബരിമല വെർഷൻ 2, ദീപാവലി വെർഷൻ. പൊതുവെ ജയറാമിന് ഇത്തിരി എളിമ കൂടുതലാണ്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. മലയാള സിനിമ നടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും എളിമ ഉള്ള നടൻ ജയറാമാണ്. 2 രൂപയുടെ എളിമ ഇടേണ്ട സ്ഥലത്താണ് 2000 രൂപയുടെ എളിമ ഇടും. അതാണ് അന്നെ സ്വഭാവം. കുറെ കാലമായിട്ട് നമ്മളിത് കാണുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഇങ്ങനെ ഈ അദ്ദേഹത്തിന്റെ എളിമ എല്ലാം ഇവിടെ കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് എന്തോ ഒരു ഇതൊക്കെ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ജയറാം ഏറില്ല. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പൊന്നു മോനെ.